ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ മത്സ്യവിലയിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കടലിൽ പോയ ചെറു ബോട്ടുകൾക്ക് നല്ല തോതിൽ മത്സ്യം ലഭിച്ചിട്ടുണ്ട്. വലിയ ബോട്ടുകൾ വെള്ളിയാഴ്ചയാണ് മത്സ്യബന്ധനത്തിന് പോയി തുടങ്ങിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് പോകുന്നതോടെ മത്സ്യവില ഇനിയും കുറയാനാണ് സാധ്യത. ഒരു മാസം മുൻപ് 300 രൂപ വരെ ഉണ്ടായിരുന്ന മത്തിക്ക് നിലവിൽ 150 വരെയായി കുറഞ്ഞു. ട്രോളിംഗ് നിരോധന കാലാവധി കഴിഞ്ഞതോടെ കൂടുതലും പുതിയ പ്ലാക്കോരയും ചെമ്പൻ കോരയും പോലെയുള്ള മത്സ്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ആളുകളുടെ പ്രിയ മത്സ്യങ്ങളായ അയില, അയക്കൂറ, കോര, ചെമ്മീൻ എന്നിവയ്ക്കും വില കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ മാന്തൽ നിലവിൽ കിട്ടിത്തുടങ്ങിയിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളിയായ സക്കീർ പറയുന്നു. നിലവിൽ ചെമ്പാർ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിലും ഇത് കൂടുതൽ വളം നിർമ്മാണത്തിനാണ് കൊണ്ടുപോകുന്നത്. ഇതിന് കിലോയ്ക്ക് 20 രൂപ മുതൽ കിട്ടുന്നുണ്ട്. അയില കിലോയ്ക്ക് 150 രൂപയാണ് വില. ചെറിയ ചെമ്മീൻ നിലവിൽ കിലോയ്ക്ക് 60 രൂപയും വലിയ ചെമ്മീൻ നിലവിൽ കിലോയ്ക്ക് 200 രൂപയുമാണ് വില. അയക്കൂറയ്ക്ക് നിലവിൽ ഇപ്പോഴും കിലോയ്ക്ക് 600-700 വരെ വില വരുന്നുണ്ട്. മട്ടൻ വിലയോളം ഇടക്കാലത്ത് ഉയർന്ന മത്തി വില കുത്തനെ കുറയുകയായിരുന്നു. രാജകീയ പ്രൗഢിയും പണക്കാരൻ പരിവേഷവും മാറിയതോടെ സാധാരണക്കാർ മാർക്കറ്റുകളിൽ മത്തി തേടി എത്തിത്തുടങ്ങി. ഒരു മാസം മുൻപ് കിലോയ്ക്ക് 400 രൂപ വരെ മത്തിക്കുണ്ടായിരുന്നു. അതോടെ സാധാരണക്കാർ മത്തി വാങ്ങുന്നതിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. മത്സ്യബന്ധന വള്ളക്കാർക്ക് മീൻ ലഭ്യത കൂടിയതും ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതും വിലയിടിയാൻ കാരണമായി. ഇപ്പോൾ മത്തിക്ക് 100 മുതൽ 150 രൂപയെ വിലയുള്ളൂ. വില ഇനിയും കുറയുമെന്നാണ് സൂചന. ഇതോടെ ഹോട്ടലുകളിൽ ഊണിനോടൊപ്പം വീണ്ടും മത്തി എത്തിത്തുടങ്ങും. എന്നാൽ മറ്റു മീനുകൾക്ക് കാര്യമായി വില കുറഞ്ഞിട്ടില്ല. ചിക്കൻ വിലയിലും മാറ്റം വന്നിട്ടുണ്ട്. പച്ചക്കറി വില റോക്കറ്റ് പോലെ കുതിക്കുമ്പോൾ മത്തിയുടെയും ചിക്കന്റെയും വിലക്കുറവ് സാധാരണക്കാരന് ആശ്വാസമാകുന്നുണ്ട്. എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് പൊല്യൂഷൻ റിസർച്ച് നടത്തിയ പഠനത്തിൽ മത്തി ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ കേരള കർണാടക തീരത്തേക്ക് കൂടുതലെത്താനുള്ള നിരവധി കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സമുദ്ര ഉപരിതലത്തിലെ താരതമ്യേന കുറഞ്ഞ താപനിലയാണ് ഇത്തരം മത്സ്യങ്ങളെ തീരത്തേക്ക് ആകർഷിക്കുന്നതിലെ മുഖ്യ കാരണമായി പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ അറബിക്കടലിലെ താപനില 26 ഡിഗ്രി സെൽഷ്യസിനും 29 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരുന്നു. മത്തിക്ക് ജീവിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ താപനില 26 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. എൽനിനോ പ്രതിഭാസം മൂലം കടലിലെ മറ്റു ഭാഗങ്ങൾ ചൂടുപിടിച്ചപ്പോൾ താരതമ്യേന ചൂട് കുറഞ്ഞ കേരള തീരത്തേക്ക് ഇവ കൂട്ടത്തോടെ എത്തുമെന്നാണ് കരുതുന്നത്. തീരത്തേക്കുള്ള കടൽ പ്രവാഹങ്ങളും കാറ്റും ഇവയുടെ ഇഷ്ടഭക്ഷണമായ ഫൈറ്റോ പ്ലാങ്ക്ടോൺ സസ്യങ്ങളുടെ സാന്നിധ്യം തെക്കു പടിഞ്ഞാറൻ മൺസൂണും അനുകൂല ഘടകങ്ങളാണെന്നും പഠനത്തിൽ പറയുന്നു. ജൂൺ 9 അർദ്ധരാത്രി 12 മണിക്ക് നിലവിൽ വന്ന ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെയാണ് യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കടലിൽ പോകാൻ അനുമതി ലഭിച്ചത്. ട്രോളിംഗ് നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാമെങ്കിലും മത്സ്യലഭ്യത കുറവായിരുന്നു. യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ പോയി തുടങ്ങുന്നതോടെ വിപണിയിൽ കൂടുതൽ മത്സ്യമെത്തുമെന്നും വില കുറയുമെന്നും പ്രതീക്ഷയുണ്ടായിരുന്നു. അതേസമയം കേരള തീരത്ത് വലിയ രീതിയിൽ മത്തിയുടെ സാന്നിധ്യമുണ്ടെന്നും ചാകര പ്രതീക്ഷിക്കുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അനുകൂല സാഹചര്യമായതിനാൽ കേരള തീരത്തേക്ക് ഇന്ത്യൻ നെയ്മത്തി കൂട്ടത്തോടെ എത്തുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ചില നേരത്തെ ഇവ കൂട്ടത്തോടെ സഞ്ചരിക്കുന്നത് കാണാനാകുമെന്നും ഇവർ പറയുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇങ്ങനെയുള്ള 14 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മെയ്യിൽ വൈപ്പിനിലാണ് അവസാന സംഭവം നടന്നത്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞതും കൂടുതൽ മത്സ്യലഭ്യതയുടെ സാധ്യത തെളിഞ്ഞതും സംസ്ഥാനത്ത് മത്സ്യവില കുറയാൻ ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ മാസം 400 കടന്ന മത്തിവില സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന തരത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ മത്സ്യം ലഭിക്കുന്നതോടെ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനത്തിലും കുറവുണ്ടാകില്ലെന്നും കരുതുന്നു. അനുബന്ധമായി പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾക്കും ഇത് ഊർജ്ജമാകും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.